യഥാർത്ഥത്തിൽ ഞങ്ങൾ ദർശന കുടുംബത്തിൻ്റെ ഭാഗമാണ്. ദർശനയിൽ എന്ത് ചെറിയ കാര്യമുണ്ടായാലും ഞങ്ങളൊരു സംഘം അതിൻ്റെയോടൊപ്പം ഉണ്ടാവും. നമുക്ക് കണ്ണും പൂട്ടി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്ന സ്ഥലമായി ദർശന സാംസ്കാരിക കേന്ദ്രം വളർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയത്തിൻ്റെ സാംസ്കാരിക മുഖം എന്നുള്ള നിലയിൽ ദർശനയ്ക്കുള്ള പങ്കാളിത്തം ആർക്കും മറക്കാൻ കഴിയില്ല. ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ, ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് അന്തരീക്ഷം ഉണ്ടാക്കുവാൻ എന്ന് വേണ്ട ഒരു കൊച്ചുകുട്ടിയുടെ വളർച്ചയ്ക്ക് ഓരോ ഘട്ടത്തിലും ആവശ്യമായ എന്തെല്ലാം കാര്യം അതൊക്കെ കൃത്യതയോടുകൂടി നിഷ്കർഷിച്ചു പോകുന്നതിന് നല്ല കർമ്മകുശലത കാണിക്കുന്ന കേന്ദ്രമാണ് ദർശന സാംസ്കാരിക കേന്ദ്രം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്ന പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ വിശ്വപ്രസിദ്ധനായ ശങ്കറിൻ്റെ പേരിലാണ് ഈ പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഞാനിവിടെ നിന്നപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം, ഒരു കാർട്ടൂൺ ചിത്രം ഇവിടെ ആർട്ടിസ്റ്റ് ശങ്കർ വരച്ചു. ആ വരച്ച വരയിൽ ജവഹർലാൽ നെഹ്റു ചിലപ്പോൾ ക്ഷോഭിക്കും എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ശങ്കറിനെ കെട്ടിപ്പിടിച്ച് വളരെ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിൽ പറയുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള കഴിവുള്ള ആളുകളുടെ കേന്ദ്രമായി ഇത് വരികയാണ്. നമ്മളുടെ കോട്ടയത്ത് നിന്ന് പോയാൽ ഏറ്റവും വിശ്വപ്രശസ്തനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ KS രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ സ്കൾപ്ചറാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പാർക്കിൽ 3 അവിടെ ഇത് നമ്മൾ കാണുന്ന 3 പ്രതിമകൾ. ഒരുപക്ഷെ ആ പ്രതിമയുടെ പശ്ചാത്തലം നമുക്കറിയില്ലാത്തത് കൊണ്ട് ആ വെങ്കല പ്രതിമ ജീവനില്ലാത്തത് എന്നൊരു മട്ടിൽ നമുക്ക് തോന്നാം. പക്ഷേ വിശ്വപ്രശസ്തനായ ഒരു വ്യക്തിയുടെ കൈവിരുതാണ് ആ 3 പ്രതിമകൾ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കലാകായിക രംഗത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നു ചേരാൻ കഴിയുന്ന നമ്മളുടെ ഇൻഡോർ സ്റ്റേഡിയവും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ദർശന നേതൃത്വം കൊടുക്കുന്ന ഈ പ്രദേശം നമ്മളുടെ കോട്ടയത്തിൻ്റെ സാംസ്കാരിക മുഖമാണ്, നമ്മുടെ കുട്ടികളുടെ ആശാ കേന്ദ്രമാണ്, അവരുടെ ഉല്ലാസത്തിന് അവർക്ക് വന്നെത്താൻ കഴിയുന്ന സ്ഥലമാണ്. ഇവിടെ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് കിട്ടുന്ന നല്ല അവസരവുമാണ്. ആ അവസരം വിനിയോഗിച്ച നമ്മുടെ രക്ഷാകർത്താക്കളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ദർശന കൂട്ടായ്മ നന്മയുടെ കൂട്ടായ്മയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൊടുക്കുന്ന സമ്മാനം നല്ല രൂപത്തിൽ എല്ലാവർക്കും ബഹുമാനിക്കത്തക്ക വിധത്തിൽ, ആദരവ് തോന്നുന്നത്തക്ക വിധത്തിൽ ഉയർന്ന തലത്തിലുള്ളതാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേളിൽ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭത്തിലാണ് അവർ നിൽക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ അങ്കണത്തിൽ നിന്നുയരുന്ന കുട്ടികൾ ഇന്ത്യയുടെ അഭിമാനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ചെറിയ കൂട്ടായ്മയിൽ പങ്കെടുത്താണ് വിശ്വോത്തരമായ രൂപത്തിലേക്ക് കുട്ടികൾ ഉയർന്നു പോകുന്നത്. അവർ കയറുന്ന ചവിട്ടുപടികൾ കാണുവാനും സന്തോഷത്തോടുകൂടി അവരെ ആശ്ലേഷിക്കാനും വേണ്ടിയാണ് രക്ഷാകർത്താക്കളായ എല്ലാ ആളുകളും കൂടിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ കുട്ടികൾക്ക് വീണ്ടും
നല്ല പ്രോത്സാഹനം കൊടുക്കുന്നതിന് കഴിയട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ചാച്ചാജി ഏറെ ആദരിച്ചിരുന്ന കാർട്ടൂണിസ്റ്റായിരുന്ന മഹാപ്രതിഭയായിരുന്ന ശങ്കർ നമ്മുടെ ഉദ്ഘാടകൻ തിരുവനന്തപുരം സാർ ഇവിടെ ഓർമ്മിക്കുകയുണ്ടായി. മറ്റൊരു കഥ, ശങ്കറിനും അതുപോലെ നെഹ്റുവിനും ഒരുപാട് ആദരവുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്, ശങ്കർ ഡോണ്ട് സ്പെയർ മീ, എന്നെ വിട്ടുകളയരുത്, എന്നെ വരയ്ക്കുക, എന്നും വരയ്ക്കുക, അങ്ങനെ നിങ്ങളുടെ കാർട്ടൂണുകളിലൂടെ എന്റെ തെറ്റുകൾ ഞാൻ തിരുത്തട്ടെ എന്ന് പറഞ്ഞ മഹാനുഭാവനാണ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റു ശങ്കറും തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ ഒരു പ്രേരണ എന്ന നിലയ്ക്കാണ് ഈ ഒരു ചിത്രകലാ മത്സരം ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അത് 27 വർഷമായി നടന്നു വരുന്ന ഒരു മത്സരമാണ്. ഈ 27 വർഷത്തെ മത്സരത്തിലും ഒരുമിച്ച് പോകാൻ കഴിഞ്ഞു എന്ന്, കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് എന്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രം, ശ്രീ ശങ്കർ, ശ്രീ CC അശോകൻ, ആർട്ടിസ്റ്റ് അശോകൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് 27 വർഷമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ചങ്ങല പോലെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. ഈ ഒരു മത്സരം ഇതൊരു നമ്മുടെ കഴിവിനെ ഉരച്ചു നോക്കാനുള്ള ഒരു ഉരകല്ലാണ്. ജയം അല്ല പ്രശ്നം, കഴിവ് മാറ്റുരച്ച് നോക്കുക. ഓരോ മത്സരം കഴിയുമ്പോഴും തെളിഞ്ഞു വരിക. അങ്ങനത്തെ ഒരു മത്സരത്തിന്റെ ഉരകല്ലായാണ് ഈ ചിത്രകലാ മത്സരത്തെ കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്നിവിടെ 27ാമത് ഓൾ കേരള ശങ്കേഴ്സ് പെയിന്റിംഗ് കോമ്പറ്റീഷൻ സ്ഥിതി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ സുമനസ്സുകളുടെ കുറച്ച് ദിവസത്തെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇത്ര വിജയകരമായി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലേറെ പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛൻ്റെ ഒരു മേൽനോട്ടത്തിൽ ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇങ്ങനെ കൂടി ആലോചിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ അതിലേറെ ഞാൻ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എബിലച്ചനോടാണ്. അതിലുപരി നമ്മുടെ കുടുംബത്തിലെ, ദർശന കുടുംബത്തിലെ ഒരാളാണ് നമ്മുടെ തിരുവഞ്ചൂർ സാറ്. നമ്മൾ ഏതൊരു പ്രോഗ്രാമിനും നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും അദ്ദേഹം അത് വളരെ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, മറ്റൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടി അത് മാറ്റിവെക്കാം. അപ്പൊ അച്ഛൻ്റെ ഒരു ഇതിലാണ് മാറ്റി വെച്ചിട്ട് നമുക്കായിട്ട് വന്നത്. അപ്പം തിരുവഞ്ചൂർ സാറിനെ നമുക്ക് നന്ദിയോടെ ഈ ഒരു വേളയിൽ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഏറ്റവും അധികം കുറെ കഷ്ടപ്പെട്ട നമ്മുടെ കുറെ ഈ സ്വാഗത സംഘം കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെല്ലാവരും പേരെടുത്ത് പറയാൻ ഞാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. അതിലുപരി നമുക്ക് വേണ്ടി പ്രയത്നിച്ച രണ്ടുപേരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. രാപകല് നമ്മോടൊപ്പം പ്രയത്നിച്ച നമ്മുടെ PK ആനന്ദകുണ്ട് സാർ, അദ്ദേഹം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി മെമ്പറാണ്. അതുകൂടാതെ നമ്മുടെ പണിക്കർജി, ജേക്കബ് പണിക്കർ, ദർശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബ് പണിക്കർജിയാണ്. ഏതാണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ 30 വർഷത്തിന് മേളിലായി അദ്ദേഹത്തിന് സേവനമുണ്ട്. ഇന്നും ഓടിച്ചാടി നടന്ന എല്ലാ ഫ്ലോറിലും അദ്ദേഹമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം ഇത്രയും വിജയമാക്കിയ നമ്മുടെ പല സ്കൂളുകളുണ്ട്. സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്, അതുപോലെ തന്നെ ഇവിടെ എത്തിയ അധ്യാപകർ, ഈ കുട്ടികളുമായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പേരൻസ്, ഏറ്റവും ഉപരിയായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
വരച്ചു കഴിഞ്ഞോ? കൊടുത്തോ? ജഡ്ജസ് അല്ലേ? ആ മതി മതി.